ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ ഒരു ചേമ്പും കപ്പയും വെച്ചിട്ടുള്ള ഒരു പുഴുക്കുണ്ടാക്കാൻ പോവുകയാണ്. സുരേട്ടൻ നാട്ടിൽ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ ഞങ്ങൾക്ക് വേണ്ടി ഇത് കൊടുത്തു വിട്ടതാണ്. അപ്പോൾ അതൊക്കെ ഞാൻ പെട്ടെന്ന് തന്നെ വൃത്തിയാക്കിയെടുത്തു. പിന്നെ ഞങ്ങൾക്ക് മീൻ കിട്ടിയത് അയിലയായിരുന്നു. പെട്ടെന്ന് തന്നെ ഞാൻ അയില മീനൊക്കെ വെട്ടിയെടുത്തു, കറി വയ്ക്കാൻ തുടങ്ങി. എൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി കഴിക്കാനാണ് ഇത് ഉണ്ടാക്കുന്നത്. പെട്ടെന്ന് ഞാനൊരു തട്ടിക്കൂട്ട് മീൻ കറിയൊക്കെ വെച്ചു. അങ്ങനെ പെട്ടെന്ന് മീൻ കറിയൊക്കെ റെഡിയാക്കി അരപ്പൊക്കെ തിളച്ച് വന്നു. അപ്പോൾ മീനൊക്കെ നമ്മൾ പെരക്കിയിട്ടു. പിന്നെ അമ്മ എനിക്ക് വീട്ടിലുണങ്ങിയ നമ്മുടെ മീൻ കറിയിലിടുന്ന പുളിയൊക്കെ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങളതിന് തോട്ടുപുളി എന്ന് പറയും. നിങ്ങളെന്താ പുളിക്ക് പറയുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ ഈ പുളിയാണ് മീൻ കറിയിലിടുന്നത്. നമ്മുടെ വീട്ടിൽ തന്നെ അമ്മ ഉണക്കിയെടുത്തതാണ്. നമ്മുടെ വീട്ടിലുണ്ട് ഈ പുളി. അങ്ങനെ നമ്മുടെ മീൻ കറിയൊക്കെ റെഡിയായി വന്നു. അങ്ങനെ നമ്മുടെ കപ്പ പുഴുക്കും റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ അമ്മ കുറച്ച് ഉണക്കമീനൊക്കെ ഞങ്ങൾക്ക് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു നാട്ടിൽ നിന്ന്. അങ്ങനെ ഞാൻ ആ ഉണക്കമീനൊക്കെ വറുത്തു. അതിൻ്റെ കൂടെ ഒരു കാന്താരി ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി. അങ്ങനെ ഉണക്കമീനും കാന്താരി ചമ്മന്തിയും നമ്മുടെ അയിലക്കറിയൊക്കെ ആയിട്ട് ഞങ്ങൾ പുഴുക്ക് കഴിക്കാൻ പോയാണ്. എൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ബൈ ബൈ.